നമസ്കാരം. ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ നട്ടെല്ലാണ്. ആ അധ്യക്ഷൻ നടത്തുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാട് പാർട്ടിയെ ഒരുപാട് വളർത്തും, പ്രവർത്തകർക്ക് വലിയ ഊർജം നൽകും. കേരളത്തിലെ 3 പാർട്ടികളുടെ അധ്യക്ഷന്മാരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ സുധാകരനിലേക്ക് പോകുമ്പോൾ 20% ആളുകൾ മാത്രമാണ് അദ്ദേഹം ഒരു മികച്ച അധ്യക്ഷനാണ് എന്ന് അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ബാക്കി വരുന്ന ആളുകൾക്ക് ഇദ്ദേഹം ഒരു മികച്ച അധ്യക്ഷനല്ല എന്ന തോന്നലുണ്ടാകാൻ കാരണമെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്, അപൂർവമായിട്ടുള്ള ഇടപെടലുകൾ, നിലപാടുകൾ, പ്രതികരണങ്ങൾ, ഒപ്പം BJP അനുകൂല പ്രസ്താവനകൾ, ഇതൊക്കെയാണ് കെ സുധാകരന് വലിയ പാരയായി വന്നിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത വലിയ തെറ്റുകൾ എന്ന രീതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് മോൺസം മാവുങ്കലിനെ ആദ്യം അറിയില്ലെന്ന് പറഞ്ഞു. പിന്നീട് മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് 2ാം പ്രതി ചേർക്കപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കി. അന്നേ ഈ UDF ഇടപെട്ട്, കോൺഗ്രസ് ഇടപെട്ട് ഈ പറയുന്ന കെ സുധാകരനെ മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടും മുന്നോട്ട് പോയപ്പോൾ VD സതീശനെതിരെ വിളിച്ച തെറി, ഒപ്പം BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടുമെന്ന് പറഞ്ഞ പ്രതികരണം, RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രതികരണം, ഒപ്പം ഈ ഗവർണറുമായി സർക്കാർ കൊമ്പുകോർത്തപ്പോൾ ഗവർണർക്കൊപ്പം നിന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്, ഒരവസരത്തിൽ അദ്ദേഹത്തിന് സൈബർ ആക്രമണം നടന്നപ്പോൾ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ ഈ പറയുന്നത് പോലെ വലിയ തോതിൽ ഏറ്റെടുത്ത കെ സുധാകരൻ്റെ മനസ്സ്, അത് ഒരു BJP മനസ്സാണ് എന്നാണ് ഈ പറയുന്ന ആളുകൾ ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു പ്രതികരണം. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതായത് സമരാഗ്നി നടന്നപ്പോൾ സമരാഗ്നിയുടെ സമാപന ചടങ്ങിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ മൈക്കിന് മുമ്പിൽ നിന്ന് 2-3 നേതാക്കന്മാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രവർത്തകരൊക്കെ എഴുന്നേറ്റ് പോകുന്ന പ്രവണതയാണ് കാണുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കോൺഗ്രസിനെ വളർത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പ്രവർത്തകരെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിമർശിക്കാറുണ്ട്. അങ്ങനെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്നും ഒക്കെ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷന് ഈ പാർട്ടിയെ വലിയ തോതിൽ വളർത്താൻ കഴിയില്ല, തകർക്കാൻ മാത്രമേ കഴിയൂ. മാത്രവുമല്ല, ഈ പലർക്കും ഈ പറയുന്നത് പോലെ കെ സുധാകരനിൽ വിശ്വാസമില്ല, എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോയേക്കാം എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് നേരെ BJPയിലേക്ക് വരികയാണെങ്കിൽ ഒരു 6% ആളുകൾക്ക് മാത്രമാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, രണ്ടും കെ ആണ്, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മാറിപ്പോവും, കെ സുരേന്ദ്രനിൽ വിശ്വാസമുള്ളൂ. അപ്പോൾ ഈ കെയിലേക്ക് വരികയാണ്, കെ സുരേന്ദ്രനിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ട് പറയുന്നത്, വാ തുറന്നിട്ടുണ്ടെങ്കിൽ വർഗീയത മാത്രം പറയുന്നു എന്നതാണ് ഒരു പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. എല്ലാവരും പറയുന്നത് വർഗീയത 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 തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മണ്ടത്തരങ്ങൾ മാത്രം പറയുന്നു, എല്ലാ വിഷയങ്ങളും നടത്തുന്ന പ്രതികരണങ്ങൾ ചുമ്മാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം നടത്തുന്നതാണ്, അധികാരമില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. BJPയും കോൺഗ്രസും ഏകദേശം ഒരുപോലെയാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തായാലും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരികയാണെങ്കിൽ ഗോവിന്ദൻ മാഷിന് എത്ര % ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് ചോദിച്ചാൽ 74% ആളുകളും ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ മാഷ് ഒരു പവർഫുൾ നേതാവാണ് എന്ന് അവകാശപ്പെടുകയാണ്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലരും പറയുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങൾ, ഒപ്പം മാധ്യമവേട്ടകൾക്കിടയിലും ഈ LDFനെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിനിടയിലും അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഗോവിന്ദൻ മാഷിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഓരോ ചോദ്യത്തിനും നൽകുന്ന ഉത്തരങ്ങൾ അത് മറ്റുള്ള അധ്യക്ഷന്മാരും മാതൃകയാക്കേണ്ടതാണെന്ന് പറയുന്നു. ഒപ്പം സർക്കാരിനെ വലിയ വിവാദങ്ങളിലേക്ക് തള്ളിവിടുന്ന വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കാണേണ്ട സമയത്ത് തന്നെ കണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ള എല്ലാ ഇടപെടലുകളും സർക്കാരിനെയും ഒപ്പം പാർട്ടിയെയും വളർത്തുന്ന രീതിയിലുള്ളതായിരുന്നു. ഗോവിന്ദൻ മാഷ് ഒരു പവർഫുൾ നേതാവാണ് എന്നാണ് 74% ആളുകളും പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ, ഇലക്ട്രൽ ബോണ്ടിൽ, മണിപ്പൂർ വിഷയത്തിൽ, എല്ലാ വിഷയങ്ങളും, രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ നിലപാട് പറയാനും പ്രതികരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി ജനങ്ങൾ പറയുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് 74% ആളുകളും പിന്തുണയ്ക്കുന്ന ഗോവിന്ദൻ മാഷാണ്, 2ാം സ്ഥാനത്ത് UDFും, 3ാം സ്ഥാനത്ത്
BJPയും നിലകൊള്ളുന്നു. ഇനി നമുക്ക് മികച്ച പാർട്ടി ഏതാണെന്ന് നോക്കാം. മികച്ച പാർട്ടി ഏതാണ് എന്ന് വിലയിരുത്തുമ്പോൾ ഈ അധ്യക്ഷന്മാരുടെ നിലപാടും ഈ പറയുന്നത് പോലെ അവരുടെ പ്രതികരണങ്ങളും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെയൊക്കെ നോക്കിക്കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ആളുകൾ ഒരു റേറ്റിംഗ് ഇടുക. അങ്ങനെ നോക്കുമ്പോൾ LDF ആണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത്. ഒന്നാം സ്ഥാനത്ത് LDF തന്നെയാണ്. 2, 3 സ്ഥാനത്ത് ഈ പറയുന്നത് പോലെ UDFും LDFും നിലകൊള്ളുന്നു. LDFന് എല്ലാ വിഷയങ്ങളിലും വ്യക്തമായി ഇടപെടാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. നിലപാടുകൾ എന്തായാലും എന്തു വന്നാലും വെള്ളം ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റി പറയുന്ന സാഹചര്യമോ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ ജനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ LDFന് മാത്രമേ ഈ പറയുന്നത് പോലെ എല്ലാ വിഷയങ്ങളും വ്യക്തമായ നിലപാട് സ്വീകരിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും കഴിയൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ഈ പറയുന്നത് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ചോദ്യം ചോദിച്ചത്, ഇനി ഒരു UDFന് ഒരു ഭരണം കേരളത്തിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പലരുടെയും ഈ പറയുന്നത് പോലുള്ള പ്രതികരണം. ആളുകൾ പറയുന്നത് ഇനിയും പിണറായി വിജയൻ സർക്കാർ തന്നെ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയായിട്ട് അവർ പറയുന്നത്, ഒന്നാമത് ഇവിടുത്തെ പ്രതിപക്ഷം പരാജയമാണ്. കെ സുധാകരനെയും കൊണ്ടും അതുപോലെ തന്നെ VD സതീശനെയും കൊണ്ടും ഈ പാർട്ടിയെ തളർത്താം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയെ വളർത്താനോ അധികാരം പിടിക്കാനോ ഒന്നും കഴിയില്ല. ഒരു ലോക്കൽ നേതാക്കന്മാർ നടത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിരന്തരം നുണ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി ഇവർ ശ്രമം നടത്തുന്നു. അങ്ങനെ ശ്രമം നടത്തുമ്പോൾ ഇതൊക്കെ പൊളിയുമെന്നും ഇതൊക്കെ കയ്യോടെ പിടികൂടുമെന്നും ആ പാർട്ടിയോടുള്ള നേതാക്കന്മാരോടുള്ള വിശ്വാസ്യത അവിടെ നഷ്ടപ്പെടുമെന്നും ഒന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതുവരെ സതീശനും സുധാകരനും ഒക്കെ പറഞ്ഞിട്ടുള്ള സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ജനങ്ങൾ പറയുന്ന മാസപ്പടി വിവാദമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞല്ലോ, ഞങ്ങൾക്ക് തുടക്കം തന്നെ അറിയായിരുന്നു എന്നാണ്. അതിന് കാരണമായി അവർ വേറെ കാര്യം കൂടി പറയുന്നത്, സ്വർണ്ണക്കടത്ത് കേസ് മുതൽ എന്തോരം ആരോപണങ്ങൾ ഉന്നയിച്ചു, ഒരു ആരോപണത്തിൽ പോലും ഈ പറയുന്നത് പോലെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലിടുന്ന സാഹചര്യമോ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായില്ലല്ലോ. അതിനർത്ഥം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയല്ലേ എന്നാണ്. ഇത് കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു BJPയും ഈ പറയുന്നത് പോലെ CPM തമ്മിൽ മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ ബന്ധത്തിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അകത്തിടാത്തതെന്ന് പറയുന്നു. എന്നാൽ വസ്തുത എന്താണ്? അതായത് നരേന്ദ്രമോദി ഏറ്റവും അധികം ഈ പറയുന്നത് പോലെ വിമർശിക്കുന്ന, നരേന്ദ്രമോദി ഏറ്റവും അധികം ഈ പറയുന്ന പോലെ ശത്രുവായി കാണുന്ന ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പൗരത്വ ഭേദഗതി നിയമം പോലും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണ്. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട സ്യൂട്ട് ഫയൽ ചെയ്ത ഒരാൾ ഈ പറയുന്ന പിണറായി വിജയനാണ്. അങ്ങനെ നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ നയങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അകത്തിടാൻ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ അകത്തിട്ടിരിക്കും. അതാണ് BJP. പക്ഷേ ഇവിടെ നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഒന്നും തന്നെയില്ല. വെറും ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന പച്ചക്കള്ളങ്ങളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഓരോ ദിവസവും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്തായാലും BJPയെ സംബന്ധിച്ച് ഈ BJPക്ക് നേട്ടമാണ് കേട്ടോ. കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. BJP ഓരോ ദിവസവും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് നിറഞ്ഞ് കവിയുകയാണ്. എന്നാൽ മനസ്സിൽ ഈ പറയുന്നത് പോലെ ഒരു ജനാധിപത്യം കാത്തു സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഇവിടെ നിലപാടുറച്ച് നിൽക്കണം എന്ന താല്പര്യമുള്ള ആളുകൾ, വർഗീയത പറയാൻ താല്പര്യമില്ല, ഞങ്ങൾ വർഗീയവാദികളല്ല എന്ന് സ്വയം തോന്നുന്ന ആളുകൾ, ഈ കോൺഗ്രസ് വിടുന്ന ആളുകളൊക്കെ CPMലേക്ക് വരുന്ന സാഹചര്യവുമുണ്ട്. അല്ലാത്ത ആളുകളൊക്കെ നമുക്കറിയാം നേരെ BJPയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AK ആന്റണിയുടെ മകനും KA കരുണാകരൻ്റെ മകളുമൊക്കെ BJPയിലേക്ക് പോയപ്പോൾ പ്രധാനപ്പെട്ട ഉയരുന്ന ചോദ്യം, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പാർട്ടിക്കകത്ത് ഉണ്ടാകാം, പക്ഷെ എന്തുകൊണ്ട് അവർ BJPയെ തിരഞ്ഞെടുത്തു എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉള്ളിൽ BJP പ്രേമവും വെച്ചുകൊണ്ടാണ് ഇവർ കോൺഗ്രസിനൊപ്പം നടന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മൊത്തത്തിൽ വിശകലനം ചെയ്തു നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ LDF അനുകൂല തരംഗം മാത്രമല്ല, LDFിൻ്റെ നേതാക്കളെ കൂടി ജനങ്ങൾ നെഞ്ചിലേറ്റുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു.